കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നെൽ കർഷകർക്കുള്ള പ്രോത്സാഹന വിലയിൽ വലിയ തോതിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ് സർക്കാർ. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാന സർക്കാർ പ്രോത്സാഹന വില വെട്ടിക്കുറയ്ക്കുന്നതിനാൽ വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. 2020-21 സാമ്പത്തിക വർഷം 1 കിലോ നെല്ലിന് 27 രൂപ 48 പൈസയായിരുന്നു സംഭരണ വില. ഇതിൽ 18 രൂപ 68 പൈസ കേന്ദ്ര വിഹിതവും 8 രൂപ 80 പൈസ സംസ്ഥാന വിഹിതവുമാണ്. 2024-25 സാമ്പത്തിക വർഷം 28 രൂപ 20 പൈസയായി സംഭരണ വില വർദ്ധിച്ചു. 23 രൂപ കേന്ദ്ര വിഹിതവും 5 രൂപ 20 പൈസ സംസ്ഥാന വിഹിതവുമാണ്. അതായത് 5 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാർ 4 രൂപ 32 പൈസ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ 3 രൂപ 60 പൈസയാണ് വെട്ടിക്കുറച്ചത്. സംസ്ഥാനം പ്രോത്സാഹന വിലയിൽ കുറവ് വരുത്തിയില്ലെങ്കിൽ കർഷകർക്ക് ഇന്ന് 1 കിലോ നെല്ലിന് 31 രൂപ 80 പൈസ കിട്ടുമായിരുന്നു. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് കർഷകർ ഉയർത്തുന്നത്. എന്നാൽ ഇതിന് സംസ്ഥാന സർക്കാർ പറയുന്ന ന്യായം വിചിത്രമാണ്. സംസ്ഥാനത്ത് 28 രൂപ 20 പൈസയാണ് നെല്ലിന്റെ സംഭരണ വിലയായി നിശ്ചയിച്ചിട്ടുള്ളതെന്നും ആ വില ഉറപ്പാക്കാൻ മാത്രമാണ് പ്രോത്സാഹന വിലയെന്നുമാണ് സർക്കാർ വാദം. മറ്റു സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന്റെ താങ്ങുവിലയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന വില ഇല്ലെന്നും സർക്കാർ വാദിക്കുന്നു. 2010 മുതൽ സംസ്ഥാനം നെൽ കർഷകർക്ക് പ്രോത്സാഹന വില നൽകുന്നുണ്ട്. ഓരോ വർഷവും കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ചെറിയ തുകയെങ്കിലും സംസ്ഥാനവും വർദ്ധിപ്പിക്കും. 2022 മുതലാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനം വിഹിതം കുറച്ചു തുടങ്ങിയത്. ഈ നിലപാടിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും പ്രോത്സാഹന വില വർദ്ധിപ്പിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് മലയാളം, പാലക്കാട്.